പവർ, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് കറൻറ്റിൻ്റെയും വോൾട്ടേജിൻ്റെയും ഗുണനഫലമാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇത് അളക്കുന്നത് വാട്ട് മീറ്റർ കൊണ്ടാണ്. പവറിന് 3 ഇക്വേഷൻ ഉണ്ട്. P = I × V, I = P/V, V = P/I. P എന്ന് പറയുന്നത് പവർ, I എന്ന് പറയുന്നത് കറണ്ട്, V എന്ന് പറയുന്നത് വോൾട്ടേജ്. പവർ വാട്ടിലും കറണ്ട് ആംബിയറിലും വോൾട്ടേജിലും ഈ 3 സൂത്രവാക്യങ്ങളും കണ്ടുപിടിക്കാനുള്ള മാജിക് ട്രയാങ്കിളാണിത്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ പൊത്തിപ്പിടിച്ച് മറ്റേത് രണ്ടും നമ്മൾ ചെയ്താൽ മതി. P = I × V, I = P/V, V = P/I. ഇതുകൂടാതെയും 3 ഇക്വേഷൻ ഉണ്ട്. P = V × I, P = I²R, P = V²R. ഓംസ് ലോ കൂടെ ഉള്ള ഇക്വേഷനും കൂടി കൂട്ടിയിട്ടാണിത്. P പവർ വാട്ട്സിൽ, I കറൻറ്റ് ആംബിയറിൽ, V വോൾട്ടേജ്, R റെസിസ്റ്റൻസ് ഓമിൽ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പവറിൻ്റെ 3 ഇക്വേഷൻ, വോൾട്ടേജിൻ്റെ 3 ഇക്വേഷൻ, ആംബിയറിൻ്റെ 3 ഇക്വേഷൻ, റെസിസ്റ്റൻസിൻ്റെ 3 ഇക്വേഷൻ, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നോക്കി നമുക്ക് ഏതെങ്കിലും 2 വസ്തുക്കളെ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് കണക്കുകളൊക്കെ ചെയ്യാം. യാന്ത്രികോർജം, മെക്കാനിക്കൽ എനർജിയൊക്കെ നമ്മൾ പറയുന്നത് ഹോഴ്സ് പവറിലാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അത് മെട്രിക്കിലാകുമ്പോൾ 735.5 വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ.